എനിക്ക് തോന്നുന്നത് ഒരു ഫിക്സ്ഡ് ഗെയിം ആയിരുന്നു, ഫിക്സ്ഡ് മാച്ച് ആയിരുന്നു. ക്ലിയർ ആയിട്ട് തോന്നുന്നു. ഇതറിയാം, ആദ്യം തന്നെ ട്രംപ് എന്നെ പറയുന്നുണ്ട്, ഇറാൻ ഞങ്ങളെ അറിയിച്ചു എത്ര മണിക്ക് ഞങ്ങൾ മിസൈൽ അങ്ങോട്ട് ഖത്തറിലേക്ക് വിടും, ഏത് ഡയറക്ഷനിലാണ് വരാൻ പോകുന്നത്, അവർ എയർബേസിലേക്കാണ് വരാൻ പോകുന്നത്, എത്ര എണ്ണം വരും, അത് കഴിഞ്ഞാൽ ഞങ്ങൾ നിർത്തും. ഇതൊരു ലിമിറ്റഡ് എൻഗേജ്മെന്റ്, അതൊരു ഈഗോ പ്രോബ്ലം ആയിരുന്നു. ഞങ്ങൾ തിരിച്ചടിച്ചു. എന്തെങ്കിലും നഷ്ടം ഉണ്ടായോ, നഷ്ടം ഒന്നും ഉണ്ടായില്ല. അത് കുഴപ്പമില്ല. പക്ഷെ തിരിച്ചടിച്ചു. ഇറാന്റെ ഒരു ഡൊമസ്റ്റിക് കൺസംഷന് വേണ്ടിയിട്ട്, ഇറാനിലെ ഒരു ജനതയ്ക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇസ്രായേലിനെ അടിച്ചു, ഞങ്ങൾക്ക് അമേരിക്കയെ അടിക്കാൻ പറ്റി എന്നുള്ളൊരു ഒരു മെസ്സേജാണ് ഇറാനിലൊരു ജനറൽ ആയിട്ട് പോപ്പുലേഷന് പോയിരിക്കുന്ന മെസ്സേജ്. എന്താ പറയുക, ഇറാനിലൊരു തിയോക്രറ്റിക് സ്റ്റേറ്റ് ആവുമ്പോൾ അവർക്ക് റിലീജിയൻ ആണ് ഏറ്റവും വലിയ, എപ്പോഴും ഇംഗ്ലീഷിൽ പറയേണ്ടത് റിലീജിയൻ ഇസ് ദ ഓപ്പിയം ഫോർ ദ മാസസ്. അതാണ് കാരണം. അവിടെ ഇറാനിന് എങ്ങനെയെങ്കിലും ഇത് ഒരു എൻഡ് ഗെയിമിൽ വരുമ്പോൾ അവർ ജയിച്ചു എന്ന് കാണിക്കണം. അതാണ് കമ്മ്യൂണിയുടെ സ്പീച്ചിലും ക്ലിയർ ആയിട്ട് വന്നത്. ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ ഇസ്രായേലിനെ തോൽപ്പിച്ചു. പക്ഷെ അമേരിക്ക തോൽപ്പിച്ചു എന്ന് പറയുന്നില്ല, അമേരിക്കയ്ക്ക് ഞങ്ങൾ തിരിച്ചടിച്ചു, അമേരിക്കയെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്തു. ട്രംപിന് എന്തായിരുന്നു, നേറ്റോന് പോണതിന് മുമ്പായിട്ട് നമുക്കറിയാം, G7 ഒരു ദിവസം മുമ്പ് തന്നെ ഇറങ്ങി വന്ന ആളാണ്. ഞാൻ സിറ്റുവേഷൻ റൂമിൽ പോവാണ്, ഓവൽ ഓഫീസിൽ പോയി ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും ഒന്നും ഉണ്ടായില്ല, നമ്മൾ കണ്ടതാണ്. ഈ നേറ്റോ സമ്മിറ്റ് പോകുമ്പോൾ അവിടെ ഡിഫൻസ് ബഡ്ജറ്റ് കൂട്ടണം. യൂറോപ്യൻ നേഷൻസിന്റെ ഡിഫൻസ് ബഡ്ജറ്റ് 2-4, 4-5 വേണ്ടിയിട്ടുള്ള ഒരു GDP പെർസെൻറ്റേജ് ആയിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രാറ്റജിയാണ്. ട്രംപിന് ഇനി ആയുധങ്ങൾ വിൽക്കണം. അത് ജർമ്മനി ആയാലും ഫ്രാൻസ് ആയാലും ഈ പറഞ്ഞ UK ആയാലും F-35 ആയാലും അല്ലെങ്കിൽ വരാൻ പോകുന്ന ലേറ്റസ്റ്റ് നെക്സ്റ്റ് ജനറേഷൻ എയർക്രാഫ്റ്റ് ആയാലും ഇതൊക്കെ വിൽക്കണം. ആർക്കെ വിൽക്കുക? ഈ ഡിബേറ്റ് തുടക്കത്തിൽ നമ്മൾ ചോദിച്ചിരുന്നു, സൗദി അറേബ്യ എന്തിനാണ് $600 ബില്യൺ കോൺട്രാക്ട് സൈൻ ചെയ്തത്? സൗദി അറേബ്യയിൽ നിന്ന് ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു 10 മിനിറ്റോളം അവർ സൗദി അറേബ്യയിൽ നിന്ന് പുറത്തായി, അവർ ജോഗ്രഫിക്കൽ റീജിയനിൽ നിന്ന് പുറത്താവും. ഇപ്പൊ എന്തിനാണ് അവർക്ക് വേണ്ടത്? അതാണ് ഒരു ക്വസ്റ്റ്യൻ അവിടെ. ട്രംപ് ഒരു ബിസിനസ്മാൻ, നമ്മൾ ട്രാൻസാക്ഷണൽ ആളാണ്, റിയൽ എസ്റ്റേറ്റുകാരനാണ്. ഞാൻ 10-100 വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 500 കിട്ടും എന്നുള്ള കണക്കാണ് അദ്ദേഹത്തിനുള്ളത്. ഇതാണ് അത്. നിങ്ങൾക്ക് കാണാം, ചൈന എടുത്തപ്പോൾ എന്താ പറഞ്ഞ, ഈ നമ്മളെല്ലാം മിസ് ചെയ്തൊരു പോയിന്റ് ഉണ്ട്. ഈ സോക്കോൾ വെടിനിർത്തൽ സീസ് ഫയർ ചെയ്തപ്പോ ഇറാന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ ചൈനയ്ക്ക് ഈ ഓയിൽ വിറ്റോളോ, ചൈന വേണമെങ്കിൽ ചൈന ഞങ്ങളുടെ കയ്യിലും കുറച്ച് വാങ്ങിച്ചോട്ടെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ പിന്നെ നിങ്ങളുടെ മേലെയുള്ള ബാൻ എല്ലാം ഞങ്ങൾ ലിഫ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് ഇനി എന്ത് വേണമെങ്കിൽ ചെയ്യാം. അതാണ് ഒരു മെസ്സേജ് പോയിക്കുന്നത്. എനിക്ക് തോന്നുന്ന അവസാനം ഇതിൽ വെച്ച് നോക്കുമ്പോൾ ബെനിഫിറ്റ് വന്നത് ഇറാൻ തന്നെയാണ്. ഈ പറഞ്ഞ മാതിരി നാളെ ഇറാൻ ഒരു NPT ഈ ഒരു അഗ്രിമെന്റ് പുറത്തു വരിക, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ഒരു US ഒരു അഷുറൻസ് കൊടുത്ത് ഞങ്ങൾ മിസൈൽ ഉണ്ടാക്കില്ല, പക്ഷെ ഞങ്ങൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവരൊരു മോസ്റ്റ് ഫേവേർഡ് നേഷന്റെ ട്രീറ്റിയും കൊടുക്കും വേണമെങ്കിൽ US. അതും ചെയ്യും അവര്. ഈ പറഞ്ഞവർ നമ്മുടെ കൂടെ സൈൻ ചെയ്യാൻ പോകുന്ന ഡീൽ, അതാണ് ട്രംപിന്റെ വാക്ക് എപ്പോഴും, വി ആർ ഗോയിങ് ടു ഡു എ ഡീൽ. മേ ബി ഇറാന്റെ കൂടെ ഒരു ഡീൽ നടത്തും. അതിൽ ഇറാന്റെ അടുത്ത് പറയും, നിങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചോളാം. അവരുടെ അടുത്ത് എയർക്രാഫ്റ്റ് ഇല്ലല്ലോ, പണ്ടത്തെ F-15 F-16 ഒക്കെ സ്പെയർ പാർട്ട് ഇല്ലാണ്ട് അവിടെ കിടക്കുകയാണ്. അതിനാണ് ഇസ്രായേൽ പോയി ബോംബ് ചെയ്തത്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പുതിയ എയർക്രാഫ്റ്റ് വേണ്ട, ഞങ്ങൾ തരാം, അത് ഞങ്ങളിത് വാങ്ങിച്ചോളാം, അതിന് പകരം നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യേണ്ട വരുന്നുള്ള ഒരു കണ്ടീഷൻ വരും. എനിക്ക് തോന്നുന്നു അവസാനം ചിലപ്പോൾ തോന്നും നെതന്യാഹു അടുത്ത ഇലക്ഷൻ ഈ കാര്യത്തിൽ ചിലപ്പോൾ തോറ്റു വരും. ബിക്കോസ് വേറൊന്നല്ല, അതാണ് ട്രംപിന്റെ ഒരു മൂവ് കണ്ടു. ഇപ്പോൾ ട്രംപ് പറയുന്നത് നെതന്യാഹുയുടെ നേരെയുള്ള ഒരു കേസ് അത് വെറും എന്താ ട്രംപിന്റെ നേരെ നടന്ന മാതിരി ഒരു പൊളിറ്റിക്കൽ കേസാണ്, കറപ്ഷന്റെ കേസ്. അത് നെതന്യാഹുവിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ട്രംപ് പറയുന്നത്. എന്തിനാണത്? വേറൊരു രാജ്യത്ത് നടക്കുന്ന ഒരു കേസിനെ പറ്റിയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് എന്താണ് ഇത്ര ഇൻട്രസ്റ്റ്? അവിടെ തന്നെ നമുക്കറിയാം, ഇദ്ദേഹത്തിന് നെതന്യാഹുവിനെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കാൻ അടുത്ത ഇലക്ഷൻ. ബിക്കോസ് ഈ ഇലക്ഷൻ അങ്ങനെ എങ്ങനെയോ ജയിച്ചു വന്നു, പക്ഷെ അടുത്ത ഇലക്ഷൻ തോൽക്കാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഇനി നമ്മൾ മറക്കരുത്, ഇനിയും ഹോസ്റ്റേജസ് ഗാസയിൽ നമ്മൾ മറന്നു. ഇതിന്റെ ഉള്ളിൽ നമ്മൾ മറന്നത് ഗാസയെ പറ്റിയിട്ടാണ്. അവിടെ ഇപ്പോഴും അടി നടക്കുന്നുണ്ട്. ഡെയിലി IDF സൈറ്റിൽ പോയി കഴിഞ്ഞാൽ 4-5 സോൾജേഴ്സ് അവരുടെ ഗാസയിൽ മരിക്കുന്നുണ്ട്, ആവറേജ് ആയിട്ട് ഒരു 3 പേര് മിനിമം. അതിന്റെ അർത്ഥം അവിടെ ഇനിയും സംഘർഷം നടക്കുന്നുണ്ട്, അവിടെ ഇനിയും ഹോസ്റ്റേജസ് ഉണ്ട്. ഇതായിരുന്നല്ലോ ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം. ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോയ ഹോസ്റ്റേജസിന് തിരിച്ചു കൊണ്ടുവരാമെന്നായിരുന്നു ഇതിന്റെ തുടക്കം തന്നെ. അവിടുന്നാണ് പിന്നെ ടണലിലേക്ക് കടന്നു, ടണലിൽ നിന്ന് മിസൈലിലേക്ക് കടന്നു, പിന്നെ ഹെസ്ബുള്ള വന്നു, ഹ്യൂത്തികൾ വന്നു, അവസാനം ഇറാൻ എടുത്ത് ചാടി. നമ്മൾ ഒറിജിനൽ ഇസ്രയേലിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്താണ്, അത് ഇതുവരെ സാധിച്ചെടുത്തിട്ടില്ല. ഇസ്രായേൽ ലോക്കൽ പോപ്പുലേഷനിൽ ഈ ഹോസ്റ്റേജസ് തിരിച്ചു വന്നില്ലെങ്കിൽ, ഇപ്പൊ പറയുന്ന 40-25 എന്നൊക്കെ ഓരോ കണക്ക് പറയുന്നുണ്ട്, അവര് എങ്ങാനും ഇനി അടുത്തൊരു 6 മാസത്തിൽ തിരിച്ചു വന്നില്ലെങ്കിൽ അപ്പോഴാണ് കളി മാറാൻ പോകുന്നത്. അപ്പൊ ആ സമയത്ത് ഇസ്രായേൽ വേണമെങ്കിൽ പിന്നെ ഒരു അടിമുടി ഈ പറഞ്ഞ വലിയൊരു ബോംബിംഗ് ക്യാമ്പയിൻ ഗാസയുടെ നേരെ നടത്തും. അവിടെ ഒന്നുമില്ല ബോംബ് ചെയ്യാൻ, എല്ലാം കഴിഞ്ഞോടെ. പക്ഷെ ഈ പറഞ്ഞ ഖാൻ യൂണിസ് ആയാലും
റഫ പോയിന്റ് അടുത്തായാലും എവിടെയെങ്കിലും കൊണ്ട് 2-3 ബോംബൊക്കെ ഇട്ടിട്ട് എങ്ങനെയെങ്കിലും അവർക്ക് ഈ ഗെയിം ഫിനിഷ് ചെയ്യണമെന്നുണ്ടാവും. ബിക്കോസ് എനിക്ക് തോന്നുന്നില്ല ഇനി ഹോസ്റ്റേജസ് തിരിച്ചു കിട്ടുന്നുണ്ട്. ഇപ്പൊ US പ്രസിഡന്റ് ട്രംപ് അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല, നെറ്റന്യാഹുവും മിണ്ടുന്നില്ല. ഇതാണ് നമുക്ക് അറിയേണ്ടത്, എന്താണ് ഇതിന്റെ ഒരു എൻഡ് ഗെയിം നടക്കാൻ പോകുന്നത്, എസ്പെഷ്യലി ഗാസയിൽ. എനിക്കിപ്പോൾ അതാണ് ഇൻട്രസ്റ്റ്, ബിക്കോസ് ഇറാൻ പോയി അതെല്ലാം മാറിക്കഴിഞ്ഞു. ഇനി ഗാസയാണ്. ഹെസ്ബുള്ളയ്ക്ക് ഒരു ചാൻസും ഇല്ല. ആ പേജർ അറ്റാക്ക് തൊട്ട് അവര് നസ്രുള്ള ഫിനിഷ് ചെയ്തപ്പോൾ ഹിസ്ബുള്ള ഔട്ടായി കംപ്ലീറ്റ് ആയിട്ട്. ഇനി ഉള്ളത് ഹമാസ് ആണ്. അവരുടെ കയ്യിൽ ഇപ്പോഴും ഒരു ഗ്രൗണ്ട് ലെവലിൽ ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട് എന്ന് പറയും നമ്മൾ, അതുണ്ട്. ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട് ഇസ്രായേൽ അവിടെയാണ് കൂടുതൽ അടി നടക്കുന്നത്. നമുക്ക് കണ്ടറിയണം ഗാസയിൽ എന്താ നടക്കാൻ പോകുന്നത്.